ഇതൊരു സൂപ്പർ മേക്കിംഗ് ആണ് സിനിമയുടെ. അത് പറയാതെ പറ്റില്ല. അങ്ങനെ മേക്കിംഗ് ഉള്ളൊരു സിനിമയിൽ ഇത്രയും കഥാപാത്രങ്ങൾ, നിറയെ കഥാപാത്രങ്ങൾ, എത്രയോ കഥാപാത്രങ്ങൾ എന്നറിയാം. ഈ ഇത്രയും കഥാപാത്രങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ആലോചിക്കണം. ആ കഥാപാത്രങ്ങളെ കൊണ്ടുവന്നപ്പോഴും എനിക്ക് ചില കല്ലുകടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ചില സംഭവങ്ങളുണ്ട്. ആദ്യത്തെ ഇൻ്റർവെല്ലിൽ വരെ മോഹൻലാലും പൃഥ്വിരാജും 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വരുന്നെങ്കിൽ കൂടി അതൊരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇതൊരു മലയാള സിനിമയാണോ എന്നൊരു ഫീലിംഗ് എനിക്കുണ്ടായി. കാരണം കൂടുതൽ ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെയാണ്, മറ്റു ഭാഷകളാണ് വരുന്നത്. അതിനിടയിൽ മലയാളത്തിൽ സബ് ടൈറ്റിൽ വരുന്നുണ്ട്. പക്ഷേ സബ് ടൈറ്റിൽ വായിക്കാനും പറ്റില്ല. അങ്ങനെ സബ് ടൈറ്റിലും വായിക്കാനും പറ്റില്ല. ഇതൊരു ഇംഗ്ലീഷ് സിനിമയോ മറ്റോ കാണുന്ന ഒരു ഫീലിങ്ങിലാണ് നമ്മൾ ആൾക്കാർ ഇരിക്കുന്നത്. അത് കുറേയും കൂടി ഇവർക്ക് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണത്. പിന്നെ എല്ലാ കഥാപാത്രങ്ങളെയും ഒരുമിച്ച് ഒരു സിനിമയിൽ 2-3 മണിക്കൂറിനുള്ളിൽ എല്ലാ കഥാപാത്രങ്ങളെയും കഥകളും ഉപകഥകളും കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്ന് തോന്നിപ്പോക്കും. സിനിമയുടെ കഥയൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അത് നിങ്ങളുടെ സിനിമ കണ്ടിട്ടാണ്. അപ്പോൾ ഞാനിത് പറയാൻ വെച്ചാൽ അപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് കൊള്ളാം, ഇൻ്റർവെല്ലിന് ശേഷം കൊള്ളാം എന്ന് പറയുള്ളൂ. ഇൻ്റർവെല്ലിന് കൊള്ളാം, അതൊരു 3-ാം ഭാഗം കൂടി ഒരു ഉണ്ടാവാൻ പോകുന്നതിൻ്റെ ധ്വനി ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ സിനിമ അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ സിനിമ കഴിഞ്ഞിറങ്ങുന്നു. സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ അടുത്ത ഷോയ്ക്ക് നിറയെ ചെറുപ്പക്കാർ ധാരാളം പേരുണ്ട്. അപ്പോഴാണ് ഈ പോലീസുകാരനൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ എന്നെ നേരത്തെ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് കണ്ട ഒരു ചാനൽ സുഹൃത്ത്, സാറ് ഞാൻ കാത്തു കാണും, സാറ് സിനിമ കണ്ടോ? ആ കണ്ടു. സാർ സിനിമയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഞാൻ പറഞ്ഞു എൻ്റെ അഭിപ്രായം പൂർണ്ണമായി പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ സാറ് ഈ ലൂസിഫർ കണ്ടേ, സാർ എത്ര മാർക്ക് ഈ പടത്തിന് കൊടുക്കും എന്നൊക്കെയാണത്. അവന് മാർക്ക് കൊടുക്കണം, കാരണം അങ്ങനെ കൂടുതൽ ഞാൻ ഈ മാർക്ക് ഇങ്ങനെ വാരി കോരി കൊടുക്കുന്ന ഒരുത്തനാണ്. ലൂസിഫറിന് ഞാൻ 100 മാർക്ക് കൊടുക്കും, എമ്പുരാന് 50 മാർക്കും.